ഞാനൊക്കെ LP സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ വിചാരിച്ചല്ല 4ാം ക്ലാസ് പാസ്സാണ്. 5ാം ക്ലാസ്സിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ഞങ്ങൾ 4 ആൾ തീരുമാനിച്ചു. ഞങ്ങളെ നാട്ടിൽ നിന്ന് 7 കിലോമീറ്റർ നടക്കണം, എന്നാലും പോകാൻ. ഇപ്പൊ നമ്മളെ കൊടുത്തൊരു ഒരു ചങ്ങായി പോയിങ്ങാണ്ട് അവിടെ പോയി അന്വേഷിച്ച്. അപ്പൊ അന്ന് സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാവും, ഗോതമ്പത്തിന്റെ ഉപ്പുമാവ്. ഇന്നത്തെ മാതിരി ചോറല്ല, ഉപ്പുമാവുന്നില്ല. ഉപ്പുമാവ് സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ട് പെരീക്ക് കൊണ്ടുവരും. കുടിയിലുള്ളവർക്കാർക്കും കൊടുക്കൂല, അവിടുന്ന് തിന്നൂല, ഒച്ചയുമ്പളി ഉണ്ടാക്കിങ്ങാണ്ട് പോയി. അങ്ങനത്തെ ഒരു കാലാണ്. അപ്പൊ നമ്മള് ഈ കൂട്ടത്തിൽ ഒരാൾ പോയി അന്വേഷിച്ചപ്പോ പറഞ്ഞു 5 മുതൽക്ക് ഉപ്പുമാവില്ല. അപ്പൊ ഞങ്ങൾ 4 ആളെയും കൂടി കൂട്ടിയിരുത്തിയിട്ട് ഇവൻ പറഞ്ഞു, എടാ നമ്മൾ പഠിച്ചാൻ തീരുമാനിച്ചിരിക്കണം, കാര്യം പറ്റിച്ചല്ലോ. അപ്പൊ എന്തേന്ന് ചോദിച്ചു, 5 ഉപ്പുമാവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ 4 ആൾ ഒരാൾ പഠിച്ചോട്ടെ, ഞമ്മക്ക് അതിനാവൂല. അന്ന് മക്കളെ ഉപ്പുമാവില്ലെങ്കിലും നിങ്ങൾ പഠിച്ചോളിം എന്ന് പറയാൻ നമ്മളെ നാട്ടിൽ അതിനൊരു മോട്ടിവേഷൻ നൽകാൻ ആരും ഇല്ലാത്ത കാലം. പക്ഷെ എന്റെ ഉപ്പാക്ക് എന്തോ ഒരു ഹൈറ് തോന്നി. ഇപ്പൊക്കെ മരിച്ചുപോയി, അള്ളാഹു മൗഫറത്ത് കൊടുക്കണം. നമ്മളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അള്ളാഹ്. പട്ടിണിയുടെ പരിവട്ടം കണ്ട ആൾക്കാരാണ് അവർ. എന്നിട്ടും അവരൊക്കെ നമ്മളെ മദ്രസ പഠിപ്പിച്ചു. അവരൊക്കെ നമുക്ക് ഔറത്ത് മറക്കാൻ നല്ല വസ്ത്രം വാങ്ങി തന്നു. ഇന്ന് നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് ധാരാളത്തിൽ കഴിഞ്ഞിട്ടാണ്. അന്ന് അവര് ചോറ് വയ്ക്കാതെ കഞ്ഞി കുടിക്കാതെ കഷ്ടപ്പെട്ടിട്ട് അയിന്നുണ്ടാക്കിയിട്ടാണ് ഞമ്മക്കൊക്കെ എന്തുവായി മദ്രസക്ക് പരിസംഖ്യ കൊടുത്തത്, മറ്റു ഫീസ് കൊടുത്തത്. എന്റെ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ വീട്ടിൽ സെൻട്രൽ ഫോർവേഡാണ്. മേലെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാ, താഴ്ന്ന് മേപ്പോട്ട് എണ്ണിയാലും 5ാമത്തെ ആളാണ്. അപ്പൊ ബാപ്പ ഇങ്ങനെ മക്കളാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ചെറിയ മക്കളായതുകൊണ്ട് ഒക്കെ വയനാടമ്മള നാരായണത്തിന് കുറച്ചമാതിരി ഏകദേശം ഒരു വലിപ്പ. അതിന് തപ്പിയപ്പോ ഇനിയാണ് കിട്ടിയത്. ഒരു കുട്ടിനെ കബറും പുറത്ത് ഓതാൻ വേണമെന്ന അവസ്ഥ. ബാപ്പ പറഞ്ഞ ഭാഷ എന്താ, തലക്കും പുറത്ത് ഓതാൻ ഒരു കുട്ടി വേണമെന്ന്. അങ്ങനെ പിടിച്ചപ്പോ ഇനിയാ കിട്ടിയത്. അൽഹംദുലില്ലാ. ഇന്ന ദർസക്കാക്കി. അന്ന് ദർസിൽ ഏതാണ് ഇതന്നെ പഠിച്ചോളൂ. എന്തുകൊണ്ട് കൂ 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 തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, കൽക്കരിതുന്നും തീവണ്ടി. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോണ ഒരു വണ്ടി ഉണ്ട്. അതേ കാസർകോട്ട് നിന്ന് ഇങ്ങോട്ട് എവിടേക്ക് പോകുന്നുണ്ട് ഒരു വണ്ടി ഷൊർണൂർക്ക് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട MA ഉസ്താദ് ആ ട്രെയിനിൽ കയറിയിട്ടാണ് മലപ്പുറത്തേക്ക് എവിടെ വരുന്നത്, വാളക്കുളം അബ്ദുൽ ബാരി അൽ മാപ്പാപ്പാന്റെ അവിടെയാണ് സമസ്തന്റെ ഓഫീസ്. 5 പൈസയാണ് അന്ന് സമസ്തന്റെ വരിസംഖ്യ. പരപ്പനങ്ങാടി സ്റ്റേഷനിൽ MA ഉസ്താദ് ഇറങ്ങിയിട്ട് വാളക്കുളത്തേക്ക് 24 കിലോമീറ്റർ നടന്നു പോരില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കത്തുകളൊക്കെ പരിശോധിച്ചൊക്കെ റെഡിയാക്കി ജുമാക്ക് മുമ്പ് അതൊക്കെ ചെയ്ത് അബ്ദുൽ ബാരി മൊലിയാർ പാപ്പ പറഞ്ഞു കൊടുത്ത പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അസറാകുമ്പത്തിന് ചെയ്ത് തീർത്തിട്ട് അങ്ങോട്ടും നടക്കും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് രാത്രി വരുന്ന വണ്ടിക്ക് കയറിയിട്ട് തിരിച്ച് കാസർഗോഡ് എത്തിയിട്ട് ദർസ് മുടങ്ങാതെ നടത്തും. അള്ളാഹുവെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. അന്ന് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ഈ കൂക്കൂ തീവണ്ടി നമ്മൾ ഈ പോത്തും വണ്ടിയുള്ളൂ. ഇന്ന് അതല്ല, കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഞാൻ 1990 ആദ്യം ഹജ്ജിന് പോകുമ്പോൾ മർക്കസിന്റെ FIS അമീറായി പോകുമ്പോ 350 ആളുകൾ ഹജ്ജിനുണ്ടായിട്ട് കഅബ കണ്ട ഒരാളും അക്കൂട്ടത്തിലില്ല, ഞാനും ഇല്ല. എന്നോട് AP ഉസ്താദ് പറഞ്ഞപ്പോൾ പുറപ്പെട്ടത്. അതേ സമയത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം നമ്മളെ കൂടെ പോരുന്ന 300 ആളോട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും മുമ്പ് ഉംറ ചെയ്തിക്കണോ ചോദിച്ചു. ചെയ്യാത്തവരാരും ഇല്ല.